എന്തോ അപ്പച്ച? നോക്ക്. നീ ആ ശ്യാമോഹനെ ഒന്ന് വിളിച്ചേ. ഞാനിന്നലെ അങ്ങോട്ട് പോയായിരുന്നു അപ്പച്ച. അയാൾ തമിഴ്നാട്ടിൽ പോയിരിക്കുവാന്ന്. അല്ലെങ്കിൽ ജോണിക്കുട്ടി, നീ അവനെ വിളിക്കണ്ട. നീ ആ ഔസേപ്പച്ചനെ അങ്ങോട്ടൊന്ന് പറഞ്ഞോട്ടെ. വന്നാ ഉടനെ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറ. അതിന് അയാൾ തിരികെ വന്നിട്ട് വേണ്ടേ? നെയ്വേലിയിൽ പോയി അറുമുഖത്തിന്റെ വീട്ടിൽ പെറ്റ് കിടക്കുവാന്നാ തോന്നുന്നേ. തഞ്ചപ്പെട് ജോണിക്കുട്ടി, അയാൾ വരട്ടെ. കാര്യങ്ങൾ നേരെ പോയി പോകുന്നു നോക്കട്ടെ. അപ്പച്ച അത് ജോണിക്കുട്ടിയെ, നീ തഞ്ചം കൊറ. ആരുടെയും സഹായം കൊണ്ടല്ല വക്കച്ചൻ ഇത്രയും ആയത്. ഇവിടെ വന്ന് മല ചവിട്ടിയതും കുടിവെച്ചതും തുടങ്ങി അങ്ങ് ടൗണിൽ ഫാക്ടറി 3 തുടങ്ങിയതും തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കാച്ചെറിഞ്ഞതുമെല്ലാം ഈ വക്കച്ചൻ തന്നെ ചെയ്തതാ. ആരെങ്കിലും കൂടെ നിൽക്കുന്നുണ്ടെങ്കിലേ അത് ചക്കരയിൽ ഈച്ച പറ്റുന്ന പോലെയാ. വക്കച്ചന് അറിയാൻ മേലാത്തതല്ല ഇതൊന്നും. നീ എന്തോത്തിനാടാ തള്ളിക്കേറി വരുന്നേ? കാട്ടുതാളി ഓടിക്കാനാന്നോ? ജോണിക്കുട്ടി, എനിക്ക് താളി ഓടിക്കണം, പിന്നെ പൂരവും കാണണം. നീ അങ്ങ് കൊഴുത്തു പോയില്ലടാ ജോണിക്കുട്ടി. വെറുതെ ഇരുന്ന് മൂരിയറച്ച് നിന്ന് ചെറുക്കനങ്ങ് ചീർത്ത് വീങ്ങിപ്പോയെന്നേ. വല്ല പണിയെടുപ്പിക്കണം, അല്ലെങ്കിൽ കൊഴുപ്പ് തലേ കയറി കണ്ണു മങ്ങി പോവേ. നീ എന്തിനാ വന്നേ? അല്ലേ, എന്തോന്ന് ചോദ്യ വക്കച്ച മുതലാളി. ഒരാള് വീട്ടിൽ വന്നാ ഒന്ന് ഇരിക്കാൻ പറയണ്ടായോ? അല്ലേ വേണ്ട, നമ്മളൊക്കെ തമ്മിൽ എന്തോന്നിനാ ഫോർമാലിറ്റി? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. മാറി നിൽക്കണം. ആനമലക്കാരുടെ വീട്ടിൽ വന്ന് കയറി ആനമലക്കാരങ്ങനെ ഞെളിഞ്ഞിരുന്ന് സംസാരിക്കണ്ട. നിനക്ക് പറയാനുള്ളത് ഇവിടെ നിന്ന് സംസാരിച്ച് വെച്ച് പൊയ്ക്കോണം. അത് ശരി, എന്നാ കസേര വേണ്ട ജോണിക്കുട്ടി. പക്ഷേ എനിക്കിരുന്നേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കസേര വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിനക്ക് എന്തുവാ പറയാനുള്ളത്? പറ. പറയാം മുതലാളി, പറയാം. അതിനു മുമ്പ് ചില പതിവുകളൊക്കെ ഇല്ലയോ? എടുത്തിറക്കടാ സോളമാ. ആനമലക്കാർ അരിമല വരുമ്പോഴും അരിമലക്കാർ ആനമല വരുമ്പോഴും പണ്ടൊരു പതിവുണ്ടായിരുന്നു. ആ പതിവ് തെറ്റിക്കുന്നത് തമ്പിക്ക് ഇഷ്ടമല്ല. നിർത്താനല്ലേ പറഞ്ഞത്? വീട്ടിൽ കയറി വന്ന് പോകണം കേട് കാണിക്കുന്നു. അല്ലേ, അപ്പൊ പതിവൊന്നും ചെക്കൻ അറിയത്തില്ലയോ? വല്ലപ്പോഴും പഴയതൊക്കെ പറഞ്ഞു കൊടുക്കണം മുതലാളി. വക്കച്ച മുതലാളി, തമ്പി അരിമലക്കാരടുത്ത് വന്നത് ഒരു കാര്യം ചോദിച്ചു വാങ്ങാനാ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കശപിശ വേണ്ട, അത് ശരിയാവത്തില്ല. നിന്റെ അപ്പം കോർച്ചായനും ഞാനും തമ്മില് കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങേര് ചോദിച്ചതൊക്കെ ഈ വക്കച്ചൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ തമ്മിൽ വേണോ കൊടുക്കലും വാങ്ങലും ഒക്കെ? വേണം, അതാ വേണ്ടത്. തലമുറയായിട്ടുള്ളതല്ലയോ, നമ്മളായിട്ട് മുടക്കുന്നത് ശരിയാണോ? എടാ കൊച്ചനെ, ആ പഴയ കണക്കൊക്കെ വക്കച്ചനങ്ങ് അടച്ചു വെച്ചതാ. നഷ്ടത്തിന്റെ കണക്കൊക്കെ വക്കച്ചനങ്ങ് വെട്ടിന്നാരും കരുതണ്ട. കൂട്ടിക്കിഴിച്ച എനിക്കുണ്ടൊരു കണക്ക്, അത് തമ്പി അടക്കി വെച്ചിട്ടില്ല, വെക്കത്തുമില്ല. ഓർക്കുമ്പോ നെഞ്ചത്ത് കനലരിയുന്നൊരു നഷ്ടമുണ്ട്. തമ്പിയെ മതി, നിർത്ത്. പള്ളിപ്പെരുന്നാളിനെ കൊണ്ടുവന്ന് കുരിശു വിക്കലടാ. അരിമല വക്കച്ചന്റെ ലോകമേ ഈ ആനമലക്കാട് മാത്രമല്ല. പഴങ്കഥകളൊക്കെ നീ കട. നീ നിന്റെ കാര്യം നോക്ക്. ചെല്ലേ. ആ പഴങ്കഥകളൊക്കെ എനിക്ക് ഓർക്കണം. വാ. വക്കച്ച മുതലാളി, ഇങ്ങ് വന്നേ. പണ്ടൊരിക്കൽ അപ്പച്ചന്റെ കൂടെ ഈ പടി ചവിട്ടിയ ഓർമ്മയുണ്ട്. പഴയ ഓർമ്മയൊക്കെ വിട്ടേം വെച്ച് അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? അല്ലേ ജോണിക്കുട്ടി തന്നെ പറഞ്ഞാട്ടെ. നിന്നോട് ഞാൻ നല്ല വാക്കാ പറഞ്ഞേ. അത് കേട്ടാ നിനക്ക് കൊള്ളാം അല്ലേ? നിരക്കി നിൽക്കടാ വച്ചനെ. പഴയ വഴി നടന്നു കയറാനേ തമ്പിക്ക് വലിയ ഇഷ്ടമാ. പഴയ വഴി നോക്കിയേ തമ്പി നടക്കത്തുള്ളൂ, നടന്നിട്ടുള്ളൂ.
നിലയ്ക്ക് നിൽക്കടാ കൊച്ചനെ. പഴയ വഴി നടന്നു കയറാനേ തമ്പിക്ക് വലിയ ഇഷ്ടമാണ്. പഴയ വഴി നോക്കിയേ തമ്പി നടക്കത്തുള്ളൂ, നടന്നിട്ടുള്ളൂ. പഴയ കണക്കൊന്നും നിനക്ക് നല്ല ഓർമ്മ കാണത്തില്ല. അതാ നീ ആ കൈക്ക് തന്നെ ചാടിക്കടിക്കാൻ നോക്കുന്നേ. എടാ കൊച്ചനെ, കുടിയേറ്റക്കാരുടെ മനസ്സ് ഒരു കണക്ക് പുസ്തക. അത് നിറച്ചും കൊടുത്തന്റെയും വാങ്ങിയന്റെയും കണക്കാ പോയ കാലത്തിന്റെ കണക്ക്. അതൊരിക്കൽ തുറന്നാ പിന്നെ അടയ്ക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചു മതി, നല്ല പോലെ സൂക്ഷിക്കണം. കൂട്ടിക്കിഴിച്ച എനിക്കുണ്ടൊരു കണക്ക്, അത് തമ്പി മറന്നിട്ടില്ല. പണ്ടൊരിക്കൽ ഇതേ മുറി വെച്ച് തമ്മി പറഞ്ഞ് വാക്ക് തെറ്റിയപ്പം അപ്പച്ചൻ പറഞ്ഞത് ഓർമ്മയുണ്ട്. നായ്ക്കൊത്താലും നല്ല കുടുംബത്തിലെ ചെല്ലാവുള്ളൂന്ന്. തെറ്റിപ്പോയെന്ന്. നിലയ്ക്കൊക്കാത്ത കച്ചവടം പിഴച്ചപ്പം കണക്ക് വെട്ടിയ അപ്പച്ചൻ ഇറങ്ങിയത്. അന്ന് കയ്യെ തൂങ്ങി ഇറങ്ങിയപ്പം തമ്പിയുടെ കുഞ്ഞു മനസ്സിൽ ഒരു ആശ ഉണ്ടായിരുന്നു. വക്കച്ചൻ മുതലാളിയുമായിട്ട് ഒരു കച്ചവടം ഉറപ്പിക്കണമെന്ന്, അതും ഇവിടെ വെച്ച്. കർത്താവ് തമ്പുരാനായിട്ടാണ് നമ്മളെ കൂട്ടിമുട്ടിച്ചേ. നിനക്കേറി വാക്കുറപ്പിക്കാനേ ഇവിടെ ആരും പെണ്ണ് കടത്തില്ല. ചൂടാവല്ലേ ജോണിക്കുട്ടി, ഞാൻ പറഞ്ഞതേ ഇത്രേ ഉള്ളൂ. തമ്പിക്കൊരു ആവശ്യമുണ്ട്, അതിന് തമ്പി എന്ത് വേണേലും ചെയ്യും. കച്ചവടമാണെങ്കിൽ കച്ചവടം, കണക്കാണെ കണക്ക്. നമ്മൾ തമ്മിൽ ഒരു കശവിശ വേണ്ടെന്നേ. വക്കച്ചനോട് കച്ചവടം ഉറപ്പിക്കാനുള്ള ദ്രവ്യം നിന്റെ കയ്യിലുണ്ടോടാ? നീ വന്ന വഴിക്കങ്ങ് പോ. നിനക്ക് പറ്റിയ കച്ചവടം പാങ്ങാപ്പാറ ചന്തയിലാ. ചെല്ലേ. ഈ വക്കച്ച മുതലാളിയുടെ ഒരു കാര്യമേ. പിന്നെ ആനമലയെ കോരച്ചായന്റെ മോൻ തമ്പിയാ പറയുന്നേ. വേണമെന്നുണ്ടേ ഈ തമ്പിച്ചായൻ ഒരു കച്ചവടം എവിടെയും ഉറപ്പിക്കും. കപ്പയ്ക്ക് വില കടലിലൊന്നുമല്ലല്ലോ, അല്ലേ തമ്പിച്ചായ? എനിക്ക് മുരുകനെ വേണം. മുതലാളിക്ക് മനസ്സിലായില്ലയോ തോളമാ? കൊല്ലിപ്പാറ മുരുകനെ തമ്പിക്ക് വേണം. അപ്പോ നീ മുരുകനെ തിരക്കി ഇറങ്ങിയതാണോ? അതെ, തമ്പി വന്നത് മുരുകനെ കൊണ്ടുപോകാനാ. അതിന്റെ കണ്ടീഷൻ എന്തുവാന്ന് പറ. മുരുകന്റെ കാര്യം നീ അങ്ങ് കുഴിച്ചു മൂടിയരെ. മുതലാളിക്ക് എടുത്തു തരാൻ പറ്റത്തില്ലേ? കാണിച്ചു തന്നാ മതി. അവനെ തമ്പി കൊണ്ടുപോയിക്കോളാം. അവനെ തമ്പി കൊണ്ടുപോകും. കാടി കൊടുത്ത് വളർത്തിയ കന്നിനെ ഇറക്കാൻ വിഷമാ, അറിയാം. പക്ഷെ ഈ കച്ചവടം നടത്തിയേ പറ്റത്തുള്ളൂ. വക്കച്ച മുതലാളിക്ക് എന്തോ വേണം, അത് പറഞ്ഞാൽ മതി. ഏടാ കൊച്ചനെ, ഈ വക്കച്ചന്റെ മുറ്റത്ത് കയറി കച്ചവടം ഉറപ്പിക്കാൻ നീ ആയോ? കച്ചവടത്തിന് താല്പര്യമില്ല, വേണ്ട. എന്നാ പിന്നെ തമ്പി കണക്കറിയാതെ അവനെ അങ്ങ് എടുത്തോണ്ട് പോകും. മുരുകന് എന്റെ കയ്യിൽ തന്നെയുണ്ട്. നിനക്ക് എടുക്കാമെങ്കിൽ എടുത്തേച്ചും പോടാ കൊച്ചനെ. അരിമലക്കാരുടെ നേരെ കൈയോങ്ങാൻ ഒരുത്തിനെയും വക്കച്ചൻ വിടില്ല. 3 നേരം ചോര കൊടുത്ത് വളർത്തുന്ന നായ്ക്കളുണ്ട് ഇവിടെ. കടിച്ചു കീറും, കടിച്ചു കീറി കൊല്ലും. ഇറങ്ങി പോളല്ല മുമ്പിന്ന്. പോവാം. വക്കച്ച മുതലാളിയുടെ വീട്ടിൽ ഉണ്ട് താമസിക്കാനൊന്നും അല്ല തമ്പി വന്നത്. പക്ഷേ തമ്പി ഒന്ന് വേണമെന്ന് വെച്ചാ പിന്നെ തമ്പിക്ക് അത് വേണം. അങ്ങനെ ഒരു ശീലം. നിർത്തടാ, പെരേ കയറി വന്ന് ചിലക്കുന്നു. നീ നിന്ന് കുരയ്ക്കണ്ട. കുരച്ചാലേ വാല് വരയ്ക്കും, വാല്. തമ്പി പോകുക. പക്ഷേ വക്കച്ച മുതലാളി കേട്ടോ, കൊല്ലിപ്പാറ മുരുകനെ ഏത് അരിമലയെ കയറ്റി മുണ്ടിട്ട് മൂടിയാലും തമ്പി പൊക്കും. അല്ലേൽ ആനമലയിലെ വീട്ടിൽ ഒരു ചുട്ടിക്കോലം വെച്ചേച്ച് തമ്പി പെരുന്നാൾ മുറ്റത്ത് പോയിരിക്കും. അങ്ങനെ സംഭവിച്ച അന്ന് വന്നോ തമ്പിയുടെ കൈ ഒരു 8 അണ ഇട്ടേച്ചും പോവാൻ. അല്ലേ ആ 8 അണയ്ക്ക് തമ്പി ഉറപ്പിക്കും അരിമല വക്കച്ചന്റെ വില. തമ്പിക്ക് പിഴച്ച താനിത് തമ്പിക്ക് പിച്ച തന്നു. വട സോളമ
നിക്കടി അവിടെ. ഇതേ കൊല്ലം പറമ്പിലെ പുരയിടവാ. അതേ നീ കാലുകുത്തണ്ട. അതിന് ആനമലക്കാട് അനുവാദമാണെങ്കിൽ അതേ ഞാനും പറയും അവകാശം. കൊല്ലം കിണാറിന് ഭൂമി തീരാതനം തന്നതേ ആനമലയെ കോരച്ചായ മാത്രമല്ല, പൊതുപ്പറമ്പിലെ ശോശക്കുഞ്ഞിന്റെ ആമ്പ്രതനും കൂടാ. നീ പറയുമല്ലോ കൊല്ലം കിണാറിന്റെ കണക്കും പങ്കും. എടീ, നീ കണ്ടവന്റെ കൂടെ പോയി പുറത്തേക്ക്. പിന്നെ എന്റെ അപ്പൻ പായെന്ന് തണ്ടല് കുത്തി എണീക്കാൻ പറയണ്ടായത്. ആനമലക്കാട് തണ്ടല്ലേല നീ കൊല്ലക്കുടി രണ്ടായി പിളർന്നത്. ആ കടപ്പിലെ എന്റെ അപ്പന്റെ നെഞ്ചനൊക്കെ നിന്നേ തരത്തിലടി. മോഹൻ ഉயிருള്ള കാലത്തോളം അതിന്ന് ഒരു പിടി മണ്ണ് മതി. കിടന്ന് കാറുണ്ട. മണ്ണിന്റെ ബന്ധത്തിന്റെ കണക്ക് പറയാൻ നിനക്ക് കൊള്ളത്തില്ല. എന്റെ തുണ്ടുപോലെ കിടന്ന നമ്മുടെ അമ്മച്ചി കണ്ണെടുത്തത് വേലിക്ക് വന്നൊന്ന് എത്തി നോക്കിയില്ലല്ലോ നീ. പഴയ കണക്ക് പറഞ്ഞ നിലയ്ക്ക് നിൽക്കത്തില്ല നീ, ഓർത്തോ? നാക്കടക്കിക്കോ നീ, അതാ നിനക്ക് നല്ലത്. കൂടെ പുറപ്പാൻ നോക്കത്തില്ല ഞാൻ, പറഞ്ഞേക്കാം. പിന്നെ ആനമലക്കാടെ കലത്തി കഞ്ഞി കൊണ്ടോണ്ടാ നീ പിഞ്ഞാണം വെക്കുന്നെങ്കിലേ അത് മലർത്തി വെക്കാൻ സമ്മതിക്കത്തില്ല ഞാൻ. കട്ടൻ എരിവ് കാച്ചിയടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. പിച്ചാത്തി ഒരെണ്ണം ഒറ്റപ്പാട് അതോടെ തീർക്കുമല്ല. അവന്റെ അപ്പന്റെ ഗതി തന്നെ തമ്പിക്കും. നീ ഇങ്ങോട്ട് പാളടാ, ഞാൻ നീട്ടിത്തരാൻ കഴുത്ത്. അതിനെ സന്തോഷത്തോടെ കാണിച്ചു തരാൻ കഴുത്ത് വാസന്തി. ആനമലയില് തലമുറ ഇല്ലാണ്ട് വന്ന സഹിക്കത്തില്ല മോഹന, സഹിക്കാൻ പറ്റത്തില്ല എനിക്ക്. ചത്തുപോയ അപ്പന്റെ അമ്മച്ചിയുടെ പേരില് പറയുന്നേ. എനിക്ക് വേണ്ടടാ കൊല്ലം പറമ്പിലെ പോരാട്ടത്തിന്റെ അനുഭവം. ചാവുകാലത്തിന്റെ അമ്മച്ചി തൊണ്ടുമൂലെ കിടന്ന് പറഞ്ഞതാ. മഴ മേലെ ഏക്കാണ്ട് കിടക്കാനേ ഏത് മണ്ണിന്റെ അടിയിൽ പറ്റുമെന്ന്. എന്നെ അടക്കാനെ കൊണ്ട് നീ അവന്റെ അവകാശത്തിൽ ചോദിക്കാൻ പോവണ്ടെന്ന്. മതി, അമ്മച്ചിക്ക് കിട്ടാത്ത അമ്മച്ചി എനിക്ക് ഞെളിയണ്ട. ഇനി കൊല്ലം പറമ്പിലെ പോരേടം നീ എനിക്ക് തന്നാലും എനിക്ക് വേണ്ടടാ. അതിന്റെ പേരിലെ നീ തമ്പിച്ചായനോട് മൂപ്പിന് പോവണ്ട. അത് പറയാനും കൂടെ ഞാൻ വന്നത്. അന്നമ്മച്ചായിയുടെ കണ്ണ് നിറഞ്ഞ നിന്റെ തലമുറ പോലും ഗുണം പിടിക്കത്തില്ലടാ. വാസന്തിയെ ചെല്ലു നീ. നിന്റെ ഇണക്കം വേണ്ട എനിക്ക്. നിന്റെ നേരിന് എനിക്ക് മനസമാധാനവും വേണ്ട. തമ്പി പറഞ്ഞു ആനമലയിലെ ചോറായി മേത്തന്ത്. എനിക്ക് വെറുപ്പാ എന്റെ ശരീരത്തോട്, വെറുപ്പ്. തമ്പി എന്റെ മുന്നിൽ കിടന്ന് അന്നത്തിന് യാചിച്ചട്ടെ ഞാൻ അടങ്ങത്തോടി. മോഹന, നീ കേട്ടോ? ഇത് കൊല്ലം കണാറിന്റെ മോളാ പറയുന്നേ. നീ ആനമലയിലെ തലമുറയെ തൊട്ടി കളിച്ചാ ഞാൻ മുടിച്ച് കത്തിക്ക് നിന്റെ തലമുറയും പൊരയിടും. നോക്കിക്കോ. അന്നമ്മച്ചായിയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് വീണാ അത് നിന്റെ ചോരയായിട്ട്. നിനക്ക് നായുടെ ജന്മമാടാ. തന്ന അന്നത്തിന്റെ കണക്കെടുക്കുന്ന നിന്റെ തലയിൽ ഇടുത്തി വീഴും. സകലം മുടിഞ്ഞ് കരിഞ്ഞു പോകും. വെള്ളരിക്ക, ഇത്തിരി ചീനവരക്കയും കൂടെ. എന്റെ പൊന്നന്നാമോ, ദേണ്ട
കർത്താവിനെ ഓർത്ത് നീ ഇവിടെ കിടന്ന് വാശി കാണിക്കല്ലേ. ദേണ്ടേ, ഈ നാട്ടുകാർ ഇത്രയും നോക്കുക. എന്തോന്നിനായാലും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ആനമനയിലെ പെമ്പറന്നോത്തി വന്ന് ചന്തയെ കുത്തിയിരുന്നെന്ന് പറഞ്ഞ ആർക്കാന്നമ്മോ അതിന്റെ പൊറുതികേട്? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛനൊന്നും പറയണ്ട. ആനമല വന്നപ്പോ അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടു. വെളുക്കുന്നിടം വരെ കാത്തിരുന്നു. എന്നിട്ട് തള്ളിക്കറി ചന്ത വന്നപ്പോഴോ പെറ്റ വേറിന്റെ നൊമ്പര അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. എനിക്കിപ്പൊ കാണണം അവനെ. ഞാൻ ഇവിടുന്ന് എഴുന്നേക്കണമെങ്കിൽ അവനെ കണ്ടുപിടിച്ചോണ്ട് വരണം. ആ അതായിപ്പോ പെറ്റ തള്ളയുടെ അധികാരം തെളിയിക്കാനാ ചന്തമുക്കിലെ 4 കൂടിയെടുത്ത് വന്നിരിക്കുന്നതെങ്കിൽ ദേണ്ടേ, എനിക്ക് പറയാൻ ഒന്നേ ഉള്ളു. നിങ്ങൾ തള്ളയും മോനും തമ്മിൽ പ്രശ്നമുണ്ടേ, അത് കുടിയിലെ ചുമര് നാരും അറിഞ്ഞാ മതി. അതല്ല ചന്തയിൽ മുതലിവിക്കാമെന്ന ആൾക്കാരെ അറിയിച്ചിട്ടേ തീർക്കത്തുള്ളേ. അങ്ങനെ ആകട്ടെ, എന്നെ പിടിച്ച് ഇതിന്റെ ഇടയ്ക്കിടാതിരുന്നാൽ മതിയേ. അല്ലേ വലിയ വാച ഓടിച്ചോണ്ട് ചന്ത തന്നെ നിൽക്കാൻ ഇവിടെ ആരണ്ട അച്ഛനോട് പറഞ്ഞോ? അച്ചോ, ദേ ഇവിടെ നിന്ന് ഈ തേള് കറങ്ങുന്ന പോലെ കറങ്ങാതെ അവൻ എവിടാന്ന് അന്വേഷിച്ചു വെച്ചുമ്പാ. എനിക്ക് ചുറ്റും തൂങ്ങി കറങ്ങി നിന്നും വെച്ച് എന്തോ എടുക്കാനാ? എന്നെ വാവലി തപ്പി ഇട്ടേച്ചും പോത്തൊന്നുമില്ല. എന്നെ കൊണ്ടാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലയോ? കൂടെ വരാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവനെ കണ്ടുപിടിച്ചോണ്ട് തരാമെന്ന് കർത്താവിനാണ് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലേ, നിന്ന് നിപ്പി കാട്ടിക്കയറി മറയുന്ന അവനെ ഞാൻ എവിടുന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാ? അല്ലെങ്കിൽ തന്നെ അച്ഛനെ എന്നാത്തിന് കൊള്ളാം. എനിക്ക് കൂട്ടിന് വന്ന